ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തിന്റെ ആലയത്തിൽ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നന്മയും കരുണയും പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ നമ്മൾ? ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണോ നമ്മൾ? നമ്മുടെ ജീവിതത്തിൽ എല്ലാ തിന്മയും നന്മയായി മാറും. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമ്മൾ അറിയുക. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. എല്ലാ നല്ല ദാനവും അതാത് ദിവസം ദൈവം നമുക്ക് നൽകി തരികയാണ്. ദൈവത്തിൽ നിന്നാണ് നമുക്ക് എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും ലഭിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക. നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ആ നന്മയാണ് പരിശുദ്ധാത്മാവ്. തന്നോട് യാചിക്കുന്നവർക്ക് അധികമായി പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കും. ആമേൻ.